ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിലും ആചാരങ്ങളിലും തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ക്ഷേത്രത്തിലെ കാർത്തിക ദീപം ഒരു സാധാരണ ഉത്സവത്തിൽ കവിഞ്ഞ സ്ഥാനമാണ് വഹിക്കുന്നത്. ഇത് വെറുമൊരു വിളക്കല്ല, മറിച്ച് തമിഴ് മാസം കാർത്തികയിൽ ജ്വലിക്കുന്ന ആത്മീയതയുടെയും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും തിളക്കമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഈ മഹോത്സവം തമിഴ്നാട്ടിലെ ഓരോ വീടുകളിലും തെളിയുന്ന ദീപാവലി കൊണ്ട് അവസാനിക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള ഭക്തരെ തിരുവണ്ണാമലയിലേക്ക് ആകർഷിക്കുന്ന ഒരു ദർശനമാണത്. ആ ജ്വാലയുടെ പിന്നിലുള്ള പുരാതനമായ രഹസ്യങ്ങളിലേക്കും ആഴമേറിയ ചരിത്രപരമായ വേരുകളിലേക്കും അതിമനോഹരമായ ആചാരങ്ങളിലേക്കും നമുക്കൊരു യാത്ര പോകാം. കാർത്തിക ദീപത്തിന്റെ ഉത്ഭവം ഒരു പുരാണ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ഭക്തിയുടെ കഥ മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി ആരാണെന്ന് തെളിയിക്കാനുള്ള രണ്ട് മഹാദേവന്മാരുടെ, ശ്രീ വിഷ്ണുവിന്റെയും ശ്രീ ബ്രഹ്മാവിന്റെയും ശ്രമങ്ങളുടെ കഥ കൂടിയാണ്. തങ്ങളിൽ ആരാണ് മഹാൻ എന്നതിനെ ചൊല്ലി അവർ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കം ലോകക്രമത്തിന് ഭീഷണിയായപ്പോൾ സ്വയം ഒരു കൂറ്റൻ അഗ്നിസ്തംഭമായി പരമശിവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ശിവൻ അവരോട് പറഞ്ഞു, ഈ അഗ്നിസ്തംഭത്തിന്റെ മുകളറ്റവും താഴറ്റവും ആര് കണ്ടെത്തുന്നുവോ അവനാണ് നിങ്ങളിൽ കേമൻ. ബ്രഹ്മാവ് അരയന്നത്തിന്റെ രൂപമെടുത്ത് മുകളിലേക്ക് പറഞ്ഞു. പക്ഷേ അറ്റം കണ്ടെത്താനായില്ല. വിഷ്ണു ഒരു വരാഹത്തിന്റെ രൂപത്തിൽ ഭൂമിക്കടിയിലേക്ക് പോയി. പക്ഷേ താഴറ്റം കണ്ടെത്താനായില്ല. തങ്ങളുടെ ശക്തിക്ക് പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ശിവന്റെ മുന്നിൽ ഭക്തിയോടെ കീഴടങ്ങി. തുടർന്ന് ശിവൻ ആ ജ്വാലയുടെ രൂപത്തിൽ നിന്ന് മാറി താൻ എല്ലാ വർഷവും കാർത്തിക മാസത്തിൽ ജ്യോതിയായി മലമുകളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അവരെ അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തിരുവണ്ണാമലൈ മലമുകളിൽ കൊളുത്തുന്ന മഹാദീപം. ശിവൻ സ്വയം അഗ്നിസ്വരൂപനായി നിലകൊള്ളുന്നതിനാലാണ് ഈ ക്ഷേത്രം പഞ്ചഭൂത സ്ഥലങ്ങളിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നത്. ഈ കഥ മനുഷ്യന്റെ അഹന്തയുടെയും ഈശ്വരീയ ശക്തിയുടെ അനന്തതയുടെയും ഒരു ദാർശനിക ഉദാഹരണമാണ്. എന്ത് സാമഗ്രികൾ ഉപയോഗിച്ചാലും ദൈവത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുക എന്നത് മനുഷ്യന് അസാധ്യമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. കാർത്തിക ദീപത്തിന്റെ പ്രാധാന്യം വെറും ഐതിഹ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. തമിഴ് സാഹിത്യത്തിൽ ഇതിന് വ്യക്തമായ ചരിത്രപരമായ തെളിവുകളുണ്ട്. 3000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന തമിഴിലെ ഏറ്റവും പഴയ കൃതികളിലൊന്നാണ് തൊൽക്കാപ്പിയം. ഈ ഗ്രന്ഥത്തിലും കാർത്തിക ദീപത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 5 മഹാകാവ്യങ്ങളിലൊന്നായ ജീവശ ചിന്താമണിയിലും ഈ ദീപത്തിന്റെ മഹത്വം വിവരിക്കുന്നുണ്ട്. കൈ നർപ്പത്, കളവഴി നർപ്പത് തുടങ്ങിയ പഴയ തമിഴ് കൃതികളിലും ഈ ഉത്സവം ഒരു പ്രധാന ആഘോഷമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹിത്യപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ ഉത്സവം കേവലം ഒരു ആധുനിക ആചാരമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി തമിഴ് സംസ്കാരത്തിൽ വേരുറപ്പിച്ച ഒരു പാരമ്പര്യമാണെന്നാണ്. ഇത് തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ പഴക്കത്തെയും ഭക്തിയുടെ പ്രവാഹത്തെയും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. തിരുവണ്ണാമല കാർത്തിക ദീപം വെറും ഒറ്റ ദിവസത്തെ സംഭവമല്ല, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബ്രഹ്മോത്സവമാണിത്. ഇത് കഠിനമായ തയ്യാറെടുപ്പുകളോടും ചടങ്ങുകളോടും കൂടിയാണ് അവസാനിക്കുന്നത്. ഉത്സവം ആരംഭിക്കുന്നത് ഉത്രാടം നക്ഷത്ര ദിവസം കൊടിമരം ഉയർത്തുന്നതോടെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വാഹനങ്ങളിലുള്ള പഞ്ചമൂർത്തികളുടെ, ഗണപതി, മുരുകൻ, ചണ്ഡികേശ്വരൻ, അരുണാചലേശ്വരൻ, പാർവതിദേവി എന്നീ പഞ്ചമൂർത്തികളുടെ ഘോഷയാത്രകൾ നടക്കുന്നു. ഈ ഘോഷയാത്രകൾ ഭക്തിയുടെയും കലയുടെയും ഒരു സമന്വയമാണ്. കൽപ്പക വൃക്ഷവാഹനം, കാമധേനു വാഹനം, ഋഷഭവാഹനം, വെള്ളിത്തേര് കൂടാതെ 10ാം ദിവസത്തെ ഭീമാകാരമായ നായനാർമാരുടെ ഘോഷയാത്രയും രാത്രിയിൽ പഞ്ചമൂർത്തികളുടെ വെള്ളിത്തേരിലുള്ള എഴുന്നള്ളത്തും നടക്കുന്നു. 7ാം ദിവസം വീഥികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭീമാകാരമായ മഹാരഥം വലിക്കുന്നത് ഭക്തജനങ്ങൾക്കൊരു പ്രധാന ദർശനമാണ്. ഉത്സവത്തിന്റെ 10ാം ദിവസം പുലർച്ചെ 4 മണിക്ക് പ്രധാന ചടങ്ങ് ആരംഭിക്കുന്നു. അരുണാചലേശ്വരന്റെ ശ്രീകോവിലിന് മുന്നിൽ ഭരണിദീപം കൊളുത്തുന്നു. ഈ ഒറ്റ ദീപത്തിൽ നിന്നാണ് നന്ദിയുടെ മുന്നിലുള്ള 5 വലിയ കൽവിളക്കുകളും തുടർന്ന് ഉണ്ണാമുലയമ്മൻ ക്ഷേത്രത്തിലെ വിളക്കുകളും കത്തിക്കുന്നത്. ഇത് ഒന്ന് പലതായി മാറുന്നു, പലരും ഒന്നാകുന്നു എന്ന അദ്വൈത തത്വത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഭഗവാൻ ശിവൻ പല രൂപങ്ങളിൽ അനുഗ്രഹം നൽകുന്നു എന്നതാണ് ഇതിന്റെ സാരം. കാർത്തിക ദീപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണിത്. വൈകുന്നേരം 6 മണിക്ക് മലമുകളിൽ അഗ്നിജ്വാലയായി ശിവൻ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം വൈകുന്നേരം പഞ്ചമൂർത്തികൾ കാഴ്ചമണ്ഡപത്തിൽ എത്തിച്ചേരുന്നു. ഇതിനെ തുടർന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദർശനം നൽകുന്ന അർദ്ധനാരീശ്വരന്റെ ഉത്സവ വിഗ്രഹം എഴുന്നള്ളിക്കുന്നു. അർദ്ധനാരീശ്വരന്റെ മുന്നിൽ ദീപാരാധന നടത്തുന്ന അതേ നിമിഷത്തിൽ മലമുകളിൽ കാത്തിരിക്കുന്ന ഭക്തർ മഹാദീപം കൊളുത്തുന്നു. ഏകദേശം 35 കിലോമീറ്റർ ദൂരെ നിന്നു പോലും ഈ ജ്യോതി കാണാൻ സാധിക്കും.
മലനിരകളിൽ ദീപം കൊളുത്തുമ്പോൾ ക്ഷേത്ര പരിസരത്ത് പടക്കങ്ങൾ പൊട്ടിച്ച് ഭക്തർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. മലമുകളിൽ ഈ മഹാദീപം കൊളുത്തുന്നതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരുക്കങ്ങളുണ്ട്. മലകയറ്റം ഒരു വലിയ ദൗത്യമാണ്. 2668 അടി ഉയരമുള്ള ഏകദേശം 7 കിലോമീറ്റർ ദൂരമുള്ള മലയുടെ മുകളിലേക്ക് കൊപ്പര എത്തിക്കണം. 10 അടി ഉയരവും 5 അടി വ്യാസവുമുള്ള ഈ ചെമ്പുപാത്രം വശം ചേർത്ത ദണ്ടുകളിലൂടെയാണ് നട്ടാർ എന്ന സമുദായത്തിൽപ്പെട്ട 15ഓളം പേർ ചുമന്നുകൊണ്ടുപോകുന്നത്. ഈ ജോലി അവർക്കൊരു വിശുദ്ധ ചുമതലയാണ്. ഈ ഒറ്റ ദീപം ഏകദേശം ഒരാഴ്ചയോളം തുടർച്ചയായി കത്തുന്നു. അതിനായി 1000 കിലോഗ്രാം നെയ്യാണ് ഉപയോഗിക്കുന്നത്. 350 മീറ്ററിലധികം നീളമുള്ള കട്ടിയുള്ള ഘട തുണി കൊണ്ടാണ് തിരി നിർമ്മിക്കുന്നത്. കൊളുത്തിക്കഴിയുമ്പോൾ 7 അടി ഉയരത്തിൽ വരെ ജ്വാല ഉയരും. മലമുകളിൽ ഒരു സമയം 100-ലധികം പേർക്ക് മാത്രമേ നിൽക്കാൻ സൗകര്യമുള്ളൂ. തങ്ങളുടെ ശരീരത്തിന് ചൂടുമായി പരിചയമുള്ള നട്ടാർ വിഭാഗക്കാരും മറ്റ് ക്ഷേത്രം ജീവനക്കാരും ചേർന്നാണ് ഈ ദീപം തെളിക്കുന്നതും ഭക്തരുടെ നെയ് കാണിക്കകൾ 10 അടി ഉയരത്തിൽ നിന്ന് ഒഴിക്കുന്നതും. കാർത്തിക ദീപം ഒരു ഉത്സവത്തിൽ കവിഞ്ഞ് ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ശിവൻ അഗ്നിയുടെ രൂപത്തിൽ തന്റെ അനന്തമായ സ്വരൂപം വെളിപ്പെടുത്തിയതുപോലെ തിരുവണ്ണാമലയിലെ ഈ മഹാദീപം ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: അന്തിമമായ സത്യം എല്ലാ ചിന്തകൾക്കും അപ്പുറമാണ്. എല്ലാ തമിഴ് വീടുകളിലും തെളിയുന്ന ദീപങ്ങൾ ഈ പ്രപഞ്ച സത്യത്തിന്റെ കൊച്ചു പതിപ്പുകളാണ്. തിരുവണ്ണാമലയിലെ കാർത്തിക ദീപ മഹോത്സവം ഒരു വർഷം മുഴുവൻ ഭക്തർക്ക് പ്രചോദനം നൽകുന്ന ഒരു ദർശനമാണ്. ഈ ഉത്സവം സമാപിക്കുന്നത് തേപ്പൽ ഉത്സവത്തോടും തുടർന്ന് ഡിസംബർ 7-ന് ഗിരിവലം എന്ന പവിത്രമായ ചടങ്ങോടും കൂടിയാണ്.